പ്രിയ കലാസ്നേഹികളെ, ദൈവസ്നേഹത്തിന്റെ ആഴം അനുഭവിച്ചറിയുവാൻ അനുദിന ജീവിതത്തിൽ നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നവരാണ്. വിശുദ്ധ ബൈബിളിലുടനീളം ദൈവസ്നേഹത്തിന്റെ അനുഭവസ്ഥരെ നമ്മൾ വേണ്ടുവോളം കാണുന്നുണ്ട്. ഇന്ന് നിങ്ങളുടെ മുൻപിൽ സെയിന്റ് അൽഫോൻസ ഞാറയ്ക്കൽ 1-ാം വാർഡിലെ യൂണിറ്റ് അംഗങ്ങൾ നിങ്ങൾക്കേവർക്കും സുപരിചിതരായ മർത്തായെയും മറിയത്തിനെയും യേശുവിനോടൊപ്പം ആയിരിക്കാൻ അവർ കാണിച്ച ഉത്സാഹവും അഭിരുചിയും എത്രത്തോളമുണ്ടെന്ന് ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു. കാലാന്തരത്തിൽ നമ്മുടെയെല്ലാം ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ഈ യുഗത്തിൽ എത്രത്തോളം ദൈവസ്നേഹ അനുഭവത്തിനു വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നുണ്ട് എന്ന് കാണിച്ചു തരുന്ന ഒരു ചെറിയ കലാസൃഷ്ടിയാണ് ഞങ്ങൾ അവതരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. പ്രിയ ഇടവക അംഗങ്ങളെ, നിങ്ങൾ ഏവരുടെയും സഹകരണവും പ്രോത്സാഹനവും പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്നു നവയുഗത്തിലെ മർത്ത മറിയം. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ പടവിലുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. ദൈവമേ, സമയം പോയല്ലോ. ഇവിടുത്തെ വീട്ടുജോലികളൊന്നും തീർന്നിട്ടില്ല. പണി തീർന്നായിരുന്നെങ്കിൽ എനിക്കും കൂടി ഈശോയുടെ പ്രസംഗം കേൾക്കാൻ പോകാമായിരുന്നു. അതിനെന്താ മാർത്തേ, നമുക്ക് ഒരുമിച്ച് പോകാം പ്രസംഗത്തിന്. തീ കത്തിക്കാം, എന്നും തീ കത്തിക്കാം, സ്വർഗീയ രാജാവിൻ തീ കത്തിക്കാം. നീ ഇവിടെ പാട്ടും പാടി തീയും കത്തിച്ചിരുന്നാൽ പണി തീരുമോ? ഇന്നലെ നമ്മൾ യേശുവിനെ ഇവിടെ ഡിന്നറിന് ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ കൂടി വന്നാൽ എങ്ങനെയാ? ഒരു 10-25 കൂട്ടം കറികളെങ്കിലും ഒരുക്കണ്ടേ? സ്റ്റാർട്ടർ വേണം, വെൽക്കം ഡ്രിങ്ക് വേണം, കപ്പയിറച്ചി വേണം, ബിരിയാണി വേണം, വൈൻ വേണം, അങ്ങനെ എന്തൊക്കെ ഒരുക്കിയാലാ? മാർത്തേ, നമ്മൾ യേശുവിനെ അല്ലേ ഡിന്നറിന് വേണ്ടി ക്ഷണിച്ചിരിക്കുന്നത്? യേശുവിന് ഈ 10-25 കൂട്ടം കറികളൊന്നും വേണ്ട. നിനക്കറിയില്ലേ, യേശുവിന് ഭക്ഷണകാര്യത്തിൽ പ്രത്യേക നിബന്ധനകളൊന്നുമില്ലെന്ന്. ലാസറച്ചായൻ എങ്ങോട്ടാ പോകുന്നത്? യേശുവിന്റെ പ്രസംഗം ഇവിടെ ഗലീലിയ കടൽ തീരത്തിനടുത്ത് നടക്കുന്നത് നീ മറന്നുപോയോ? വളരെ അത്ഭുതങ്ങളും രോഗശാന്തിയും അവിടെ നടക്കുന്നു. അന്ധർ കാണുന്നു, മുടന്തർ നടക്കുന്നു, വ്യാധികൾ മാറുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദിനങ്ങളാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കും വരണമെന്നുണ്ട്. പക്ഷെ യേശുവിനെ ഡിന്നറിന് വിളിച്ചിരിക്കുന്ന കാര്യം മറന്നുപോയോ? ഇവിടുത്തെ പാചകങ്ങളൊന്നും തീർന്നിട്ടില്ല. എന്നാൽ മറിയേ, നീ വാ, നമുക്ക് പ്രസംഗം കേൾക്കാൻ പോകാം. നിക്ക്, പോകാൻ വരട്ടെ. ഈ ലിസ്റ്റിലുള്ള സാധനങ്ങൾ കൂടി മേടിച്ചുകൊണ്ട് വേണം വരാൻ. എന്താ മാർത്ത ഇത്? സൂപ്പർ മാർക്കറ്റ് മുഴുവൻ ഇതിലുണ്ടല്ലോ. അതെ ഇച്ചായ, ഇവിടെയാണെങ്കിൽ ഇറച്ചിയില്ല, കപ്പയില്ല, മീനില്ല, മസാലകളൊന്നുമില്ല. അത്യാവശ്യ സാധനങ്ങൾ മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. ശരി, വിവരിക്കേണ്ട. പ്രസംഗം കഴിഞ്ഞു വരുമ്പോൾ ഞാൻ കൊണ്ടുവന്നോളാം. എന്നാൽ നമുക്ക് പോകാം ലാസറച്ചായ. മാർത്തേ, നിനക്ക് പറ്റുമെങ്കിൽ നീയും കൂടെ വാ ഞങ്ങളുടെ കൂടെ. ദേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എല്ലാവരെക്കാളും കേമമായിട്ട് നമുക്ക് യേശുവിന് ഡിന്നർ കൊടുക്കണ്ടേ? ഒട്ടും കുറയ്ക്കാൻ പാടില്ല. ഇവിടുത്തെ പണികളൊക്കെ പിന്നെ ആര് ചെയ്യും? അതുകൊണ്ട് നിങ്ങൾ ഏതായാലും പോയിട്ട് വാ. മാർത്തേ, യേശു ഗിരിപ്രഭാഷണത്തിൽ നമ്മെ എന്താ പഠിപ്പിച്ചതെന്ന് നീ ഓർക്കുന്നില്ലേ? ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ എന്നാണല്ലോ. അതൊക്കെ ശരി തന്നെ, എനിക്കും വരണമെന്നൊക്കെ ഉണ്ട്. എന്നാലും ഇവിടുത്തെ പണികളെല്ലാം ഞാൻ തന്നെയല്ലേ ചെയ്യേണ്ടത്? എനിക്കെന്നും അടുക്കള തന്നെ ശരണം. എന്നാൽ ശരി, ഞങ്ങൾ പോകട്ടെ. പോകുന്നതൊക്കെ കൊള്ളാം. ആരെങ്കിലും ഞാൻ എന്തിയെന്നെങ്ങാനും ചോദിച്ചാൽ കൂടുതലൊന്നും വിസ്തരിക്കാൻ നിൽക്കണ്ട. ഞാൻ ലൈവ് കൂടുന്നുണ്ടെന്ന് പറഞ്ഞാ മതി, കേട്ടോ? ഓ ശരി. പിന്നെ വീഡിയോ എടുക്കുന്നവരോട് പ്രത്യേകം പറയണം, യേശുവിനെ മാത്രം ഫോക്കസ് ചെയ്താൽ മതിയെന്ന്. അതാകുമ്പോൾ വന്നതാരാ, വരാത്തതാരാ, പോകുന്നതാരാ എന്നൊക്കെ എങ്ങനെ കണ്ടുപിടിക്കും? പിന്നെ മറിയേ, അവിടെ വല്ല അത്ഭുതവും സംഭവിച്ചാൽ
അപ്പോൾ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്തേക്കണേ. ആരാണാവോ ഈ നേരത്ത്? ആ, സെലിനെ, നീയായിരുന്നോ? നീ എന്താണാവോ വടിയൊക്കെ പിടിച്ച്? വടിയില്ലാണ്ട് നിനക്ക് നടക്കാൻ പറ്റാണ്ടായോ? ഇത് നടക്കാൻ പറ്റാഞ്ഞിട്ടൊന്നുമല്ല, ഇത് മോശം ഉപയോഗിച്ച അംശവടിയാണ്. നമ്മുടെ തോംസൺ മാവങ്കലില്ലേ, അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയതാണ്. 100-200 ഒന്നും അല്ല, 25 ലക്ഷമാണ് അങ്ങ് എണ്ണി കൊടുത്തത്. ആ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ആ മാർത്തേ, സുഖമായിരിക്കുന്നു. നീ എന്തു ചെയ്യുകയായിരുന്നു? ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നടി. എപ്പോഴും വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഉള്ള നിനക്ക് എപ്പോഴാ പ്രാർത്ഥിക്കാൻ സമയം? എന്നാ നീ പ്രാർത്ഥിച്ചു, ഞാൻ പിന്നെ വരാം. പോകാൻ വരട്ടെ, പ്രാർത്ഥന പിന്നെ ആകാലോ. നീ ഇരിക്കെ, ഒത്തിരി നാളായില്ലേ നിന്നെ കണ്ടിട്ട്. ഭയങ്കര തിരക്കായിരുന്നു. അതുപോട്ടെ, നീ യേശുവിന്റെ പ്രസംഗം കേൾക്കാൻ പോയില്ലേ? ആ, നീ അറിഞ്ഞില്ലേ? ഞങ്ങളാണ് യേശുവിന് ഇന്ന് ഡിന്നർ കൊടുക്കാനിരിക്കുന്നത്. ഒരു 5 സ്റ്റാർ ഡിന്നർ തന്നെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആട്ടെ, നീ എന്താ പ്രസംഗത്തിന് പോകാതിരുന്നത്? ഓ, ഇപ്പൊ എല്ലാം ഓൺലൈൻ പരിപാടികളല്ലേ. പിള്ളേരുടെ ക്ലാസ്, എന്റെ സൂംബ ഡാൻസ്, എന്തിനേറെ പറയുന്നു. ഞാനിപ്പോ ഓൺലൈൻ വഴി നീന്തൽ വരെ പഠിക്കുന്നുണ്ട്. ഇതെല്ലാം കൊണ്ട് ഞാൻ ആകെ ബിസിയായിരുന്നു. അത് കാരണം എനിക്ക് സമയം കിട്ടിയില്ല. ഓ, എടി മാർത്തേ, നീ ഇന്ന് ഫേസ്ബുക്ക് ചെക്ക് ചെയ്തിരുന്നോ? ഇല്ലടി, ഞാൻ നോക്കിയിട്ട് 1/2 മണിക്കൂർ മിച്ചമായി. അതെ, നമ്മുടെ പാറയിലെ സാറയില്ലേ, അവള് പള്ളിയിൽ നിന്നും വാഗമണിന് പിക്നിക്കിന് പോയ ഫോട്ടോയും വീഡിയോയും ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവളുടെ ഒരു പത്രാസ്. ഞാൻ ലൈക്ക് അടിച്ചിട്ടില്ല. നീയും ലൈക്ക് അടിക്കണ്ട കേട്ടോ. ഞാനേ ഒന്ന് നോക്കട്ടെ ഏതായാലും. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ മാർത്തേ, ഭയങ്കര തിരക്കാ. ഓൺലൈനിൽ എനിക്ക് നീന്തൽ ക്ലാസ്സും പിള്ളേർക്ക് ഓട്ട മത്സരവും ഒക്കെ ഉണ്ട്. എടി, ആ വടിയും എടുത്തേ, ഞാൻ പോകട്ടെ കേട്ടോ. ആ, എന്നാ ശരി. ഈ ചെറിയ സ്ക്രീനിൽ ഒന്നും കാണത്തില്ല. ഐപാഡ് എടുക്കാം, അതാകുമ്പോൾ വലിയ സ്ക്രീനിൽ കാണാമല്ലോ. ഓ, പള്ളിയുടെ പെരുന്നാളാണല്ലോ. ഗാനമേളയും സ്നേഹവിരുന്നും ഒക്കെ ഉണ്ടല്ലോ. നമ്മുടെ പൗലോച്ചായന്റെ ബർത്ത്ഡേ ആണല്ലോ. ഓ, ഇവർക്കൊക്കെ ഏത് നേരവും FBയിൽ പോസ്റ്റ് ചെയ്യാനേ നേരമുള്ളൂ. എന്തായാലും ഒന്ന് വിഷ് ചെയ്തേക്കാം. ഹാപ്പി ബർത്ത്ഡേ. ഓ, സാറയുടെ വെഡിങ് ആനിവേഴ്സറി ആണല്ലോ. ഓ, 15 വർഷമായോ? അവളെ കണ്ടാൽ പ്രായമൊന്നും തോന്നത്തില്ല. എന്നാൽ എന്നാ, അവളുടെ വീട്ടിലാണെങ്കിൽ എന്നും അടിയും വഴക്കുമാണ്. എൻ്റെ വീതം ഒരു വിഷ് ഇരിക്കട്ടെ. ഹാപ്പി ആനിവേഴ്സറി. അയ്യോ, സമയം പോയത് അറിഞ്ഞില്ല. ഈ ഫേസ്ബുക്കിൽ നോക്കിയിരുന്ന സമയം പോകുന്നതേ അറിയില്ല. പണിയൊന്നും തീർന്നിട്ടും ഇല്ല. ആ, ആരൊക്കെയായി വന്നിരിക്കുന്നത്? സൂസനെയും റെബേക്കയും അല്ലേ? വാ, ഇരിക്ക്. മാർത്തേ, നിന്നെ മാത്രം യേശുവിൻ്റെ പ്രസംഗത്തിന് കണ്ടില്ല. ലാസറും മറിയവും ഏറ്റവും മുൻപിൽ ഇരിപ്പുണ്ടായിരുന്നു. യേശുവിന് ഇന്ന് ഇവിടെ ഡിന്നറിന് വിളിച്ചിട്ടുണ്ടായിരുന്നേ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനുള്ളത് കൊണ്ടാണ് ഞാൻ പോയില്ലെന്നേ ഉള്ളൂ. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ പ്രസംഗം? വളരെ അനുഗ്രഹീതമായ പ്രസംഗമായിരുന്നു. ഓ, എനിക്കത്ര അനുഗ്രഹീതമായൊന്നും തോന്നിയില്ല. 2 ദിവസമായിട്ട് ഇത് തന്നെയല്ലേ കേൾക്കുന്നത്. വചനം കേട്ട് കേട്ട് ഞാൻ ഇടയ്ക്ക് ഉറങ്ങിപ്പോയി. നീ വചനം കേൾക്കാനല്ലല്ലോ വരുന്നത്, ഉഴുന്നുവടയും ചായയും കഴിക്കാനല്ലേ. ഓ, നീ ഒന്ന് പോടി. അയ്യോ മാർത്തേ, നിന്നെ കണ്ടാൽ അപ്പടി വല്ലാതിരിക്കുന്നല്ലോ. നീ ഇപ്പൊ സ്കിൻ കെയർ ഒന്നും ചെയ്യാറില്ലേ? ബ്യൂട്ടി പാർലറിലും പോകാറില്ല? എന്നാ പറയാനാ, ഈ വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞ് എവിടെയാ സമയം ബ്യൂട്ടി പാർലറിലൊക്കെ പോകാൻ? അല്ലെങ്കിലും വീട്ടുപണി എടുത്ത് നടക്കുന്ന എന്നെ ആര് കാണാനാ? ആ, നിങ്ങൾ ഇരിക്കും, മറന്നുപോയി. കാപ്പി എടുക്കാം. വേണ്ട മാർത്തേ, ഒത്തിരി പണിയുള്ളതല്ലേ, ഞങ്ങൾ ഇറങ്ങട്ടെ. ഓ, സാരമില്ല, നിങ്ങൾ വല്ലപ്പോഴും അല്ലേ വരുന്നത്. ഏതായാലും ഇരിക്ക്, വന്നതല്ലേ, കുറച്ച് വർത്താനം പറഞ്ഞിട്ട് പോകാം.
നിനക്ക് വലിയ തിരക്കാണെങ്കിൽ നീ അങ്ങ് പൊക്കോ. മാർത്തേ, നീ നമ്മുടെ പള്ളിയിലെ ഏതെങ്കിലും കാര്യങ്ങൾ അറിയുന്നുണ്ടോ? അവിടെ കുടുംബവാർഷികം, ക്രിസ്മസ് നൈറ്റ്, പള്ളി പെരുന്നാള്, ഇടവക വാർഷികം എന്തെല്ലാമാ നടക്കുന്നത്? ഞാൻ എങ്ങനെ അറിയാനാ? മറിയ ഇവിടെ വന്നാൽ ആത്മീയ കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ. പിന്നെ വല്ലപ്പോഴും പള്ളി സെക്രട്ടറി അയക്കുന്ന വാട്സപ്പ് മെസ്സേജ് കണ്ടാൽ ഞാൻ കാര്യങ്ങളൊക്കെ അറിയുന്നേ. റബേക്ക, നമുക്ക് പോകാം. മാത്തേ, നിന്റെ പണി നടക്കട്ടെ. യേശു പറഞ്ഞിട്ടില്ലേ, നമ്മൾ പറയുന്ന ഓരോ വാക്കിലും നമുക്ക് വിശുദ്ധി ഉണ്ടായിരിക്കണമെന്ന്. ഓ, ഒരു വിശുദ്ധ വന്നേക്കുന്നു. മാർത്തേ, എന്റെ സഹായം വല്ലതും നിനക്ക് ആവശ്യമുണ്ടോ? എന്നാൽ കുറച്ച് വെജിറ്റബിൾസ് ഉണ്ട്, അത് അരിഞ്ഞതാ. അയ്യോ, ഞാൻ ഇപ്പോഴാ ഓർത്തത്. അച്ചായൻ ഓഫീസിൽ നിന്ന് വരാറായി. ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. പിന്നെ ഇവളുടെ വെജിറ്റബിൾ അരിഞ്ഞിട്ട് വേണം നമ്മുടെ കയ്യിൽ കറിയാക്കാൻ. ഇങ്ങോട്ട് വാ. എന്നാലും നമുക്ക് കുറച്ച് സഹായിക്കാമായിരുന്നു. മാർത്തേ, വീട്ടിലെ പണിയെല്ലാം എന്തായി? കഴിഞ്ഞോ? എൻ്റെ മറിയേ, എന്ത് പറയാനാ, ഒന്നും കഴിഞ്ഞിട്ടില്ല. സമയം പോയത് അറിഞ്ഞില്ല. ഏതായാലും നീയും എത്തിയല്ലോ. നമുക്ക് ഒരുമിച്ച് പണികൾ തീർക്കാം. വേഗമാകട്ടെ. ലാസർ ചായ, ഞാൻ തന്ന ലിസ്റ്റിലെ സാധനങ്ങളെല്ലാം കിട്ടിയായിരുന്നോ? നീ നോക്ക്, എല്ലാം ഇതിലുണ്ട്. എന്റെ മാർത്തേ, എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു നീ യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഒക്കെ നോക്കി സമയം കളഞ്ഞുകൊണ്ടിരിക്കുമെന്ന്. സമയം വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ യേശു പഠിപ്പിച്ചത് നീ മറന്നുപോയോ? ദേ മറിയേ, നീ അധികം വിശുദ്ധിയൊന്നും ആകണ്ട. ഈ നാട്ടിലുള്ളവർക്കെല്ലാം അറിയാം ഇവിടെ ആരാ വീട്ടുജോലി ചെയ്യുന്നതെന്ന്. പെട്ടെന്ന് അങ്ങോട്ട് അറിയാൻ നോക്ക്. ഇവളുമാരെ കൊണ്ടൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. മിക്കവാറും റോസിൽ നിന്നും ഓർഡർ ചെയ്യേണ്ടി വരുമായിരിക്കും. ജോനച്ചായ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അല്ല, പീറ്റർ ചായൻ എന്തിയേ? പീറ്ററിന്റെ അമ്മായിമ്മയ്ക്ക് പനി പിടിച്ചു, അതുകൊണ്ട് അവൻ വൈഫ് ഹൗസിലാണ്. അയ്യോ, അമ്മച്ചിക്ക് ഇനി കൊറോണ എങ്ങാനും ആണോ? അല്ലേലും അമ്മച്ചിക്ക് ഈടെയായിട്ട് ഇത്തിരി ദൈവവിശ്വാസം കുറവാണ്. പള്ളി വരവും ഇല്ലായിരുന്നു. മാത്തേ, നീ വലിയ സദ്യ ഒരുക്കുകയാണെന്ന് കേട്ടല്ലോ. ഈ വീടെന്താ ഒരു വൃത്തിയുമില്ലാതെ കിടക്കുന്നത്? ജോനച്ചായൻ്റെ ഒരു കാര്യം, എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നെ കുറ്റം പറയുവാണോ? എൻ്റെ ജോനച്ചായ, ഇവിടെ ഞാൻ മാത്രമേ പണിയെടുക്കാനുള്ളൂ എന്നറിയില്ലേ? ഇവിടെ എല്ലാവരും വലിയ പ്രാർത്ഥനക്കാരാ. പെട്ടെന്നാകട്ടെ, യേശു വരാറായി. മറിയേ, ഇങ്ങോട്ട് വാ. നീ വിട്, ഞാൻ അല്പനേരം യേശുവിന്റെ അടുക്കിലിരിക്കട്ടെ. നിന്നോട് ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത്? ഗുരു, ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് ഒരു വിഷമവും അങ്ങേക്ക് തോന്നുന്നില്ലേ? എന്നെ സഹായിക്കാനായിട്ട് അവിടുന്ന് മറിയത്തോട് ഒന്ന് പറയാമോ? മർത്ത, നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു. ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷകളിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും ദൈവത്താൽ കാത്തുകൊള്ളും. നിങ്ങൾ ഭഗ്നാശരാകരുത്. നിങ്ങളിലെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം കൃതജ്ഞതാ ബലിയർപ്പണത്തിലൂടെയും കൂദാശ സ്വീകരണങ്ങളിലൂടെയും തിരുവചന വായനാ ശ്രവണങ്ങളിലൂടെയും നവീകരിക്കപ്പെടുവിൻ. ദൈവാത്മാവിൽ ശക്തരാക്കപ്പെടുവിൻ. നീയും കുഞ്ഞെ ജ്ഞാനത്തിനൊത്ത് ജീവിക്കുവാൻ ഉറയ്ക്കുക. നന്മയ്ക്കു വേണ്ടി, നിത്യജീവന് വേണ്ടി തീക്ഷ്ണമായി ഉത്സാഹിക്കുക. ഒരിക്കലും ലജ്ജിതയാവുകയില്ല.
നിങ്ങൾ സ്വർഗത്തിലേക്ക് കൈകൾ ഉയർത്തി സ്വർഗീയ ജ്ഞാനത്തെക്കുറിച്ചുള്ള അജ്ഞതയെ പ്രതി വിലപിക്കുക. നിങ്ങളുടെ ഹൃദയങ്ങൾ ദൈവത്തിങ്കിലേക്ക് തിരിക്കുകയും ആത്മവിശുദ്ധീകരണത്തിലൂടെ ജ്ഞാനത്തിൽ അറിവ് നേടി വിവേകമുള്ളവർ ആയിരിക്കുക. ദൈവഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് രൂപാന്തരപ്പെടുക.
பாரு கம்பிக்குள்ள என் வீடு கட்டருந்தா என் மோட்டு கிட்ட வந்தா நான் ரூட்டு யாரா நீ என் ஈடு உள்ள வந்தா நான் லீடு உச்ச கட்டம் என் சூட்டு செட்ட புச்ச என் மூடு சாவே என் சாப்பாடு வந்த இடம் என் காடு வந்த இடம் என் காடு வந்த இடம் என் காடு நீ தான் பலியாடு மாமே பயம் இல்ல கண்ணோடு ஒதுங்கி விளையாடு ഒരു പുതുമയുണ്ട്. കാരണം നമുക്ക് ആഘോഷിക്കപ്പെടാത്ത ഒരു ആഘോഷം നമ്മൾ ഈ വർഷം നടക്കുകയാണ്. നട്ടുച്ച നേരത്ത് കിണറിൻ്റെ തീരത്ത് വെള്ളത്തിനായി ഞാൻ കാത്തിരിപ്പു നാരി ഒരു പാത്രം ദാഹജലം നീ എനിക്കു നൽകൂ. അയ്യയ്യോ നീയൊരു യൂതൻ, ഞാൻ ഇന്നൊരു ശമരായത്തി, ഞാൻ കോരിയ വെള്ളം തൊട്ടാൽ തീണ്ടലില്ലേ, ഞാൻ കോരിയ വെള്ളം തൊട്ടാൽ തീണ്ടലില്ലേ. അറിയുന്നില്ലേതും നീ എന്നോട് നീ ചോദിച്ചാൽ ജീവന്റെ ജലം കോരിത്തരുമല്ലോ ഞാൻ, ജീവന്റെ ജലം കോരിത്തരുമല്ലോ ഞാൻ. കയറില്ല പാളയുമില്ല, നീ എങ്ങനെ വെള്ളം കോരും, ജീവന്റെ ജലം പിന്നെ എങ്ങനെ കിട്ടും, ജീവന്റെ ജലം പിന്നെ എങ്ങനെ കിട്ടും. ഞാൻ നൽകും നിത്യജലം നീ വിശ്വാസമിയെന്നു കുടിച്ചാൽ നാരി നിനക്കൊരു നാളും ദാഹിക്കില്ല, നാരി നിനക്കൊരു നാളും ദാഹിക്കില്ല. ആ ദിവ്യജലം നാഥ നൽകേണമെനിക്കൊരു പാത്രം, വീണ്ടും ഞാൻ വെള്ളം കോരാൻ പോരണ്ടല്ലോ, വീണ്ടും ഞാൻ വെള്ളം കോരാൻ പോരണ്ടല്ലോ. മഹിളെ നീ വീട്ടിൽ പോയി നിൻ കണവനെയും കൊണ്ടുവരൂ നീ, അപ്പോൾ ഞാൻ കോരി വിളമ്പാം ജീവന്റെ ജലം, അപ്പോൾ ഞാൻ കോരി വിളമ്പാം ജീവന്റെ ജലം. ഗുരുവേ നീ കോപിക്കരുതേ, വീട്ടിൽ ഞാൻ എന്തിനു പോകാൻ, ഇല്ലില്ല സത്യമെനിക്കു ഭർത്താവില്ല, ഇല്ലില്ല സത്യമെനിക്കു ഭർത്താവില്ല. നീ ചൊന്നതു സത്യം തന്നെ, കണവന്മാരഞ്ചുണ്ടായി, ഇപ്പോഴുള്ളവനോ നിന്റെ ഭർത്താവല്ല, ഇപ്പോഴുള്ളവനോ നിന്റെ ഭർത്താവല്ല. നിന്നിതമെൻ ജീവചരിത്രം
സർവമറിഞ്ഞു ദൈവകരം തെളിവായി നിന്നിൽ കാണുന്നു ഞാൻ. ദൈവകരം തെളിവായി നിന്നിൽ കാണുന്നു ഞാൻ. മകളെ നീ ശങ്കിക്കണ്ട, ദൈവത്തിൻ പുത്രൻ തന്നെ നിൻ മുൻപിൽ നിൽക്കുന്നു, നീ അറിഞ്ഞുകൊള്ളുക. നിൻ മുൻപിൽ നിൽക്കുന്നു, നീ അറിഞ്ഞുകൊള്ളുക. നാഥാ നിൻ തിരുമൊഴി കേൾക്കാം ഭാഗ്യമെനിക്കെങ്ങനെയുണ്ടായി. തൃപ്പാദം വിശ്വാസമുടെ വണങ്ങിടുന്നേ. തൃപ്പാദം വിശ്വാസമുടെ വണങ്ങിടുന്നേ. നൂറാടുള്ളോരിടയൻ നാടിനെ മേയ്ക്കാൻ പോയി. തിരികെ വരും വഴിയും നിന്നെ കാണാതെയും പോയി. നൂറാടുള്ളോരിടയൻ നാടിനെ മേയ്ക്കാൻ പോയി. തിരികെ വരും വഴിയും നിന്നെ കാണാതെയും പോയി. അവൻ കൂട്ടിൽ നോക്കി കണ്ടില്ല, അവിടെല്ലാം നോക്കി കണ്ടില്ല. ആകെ സങ്കടമായി എങ്ങും കണ്ടില്ല. അവൻ കൂട്ടിൽ നോക്കി കണ്ടില്ല, അവിടെല്ലാം നോക്കി കണ്ടില്ല. ആകെ സങ്കടമായി എങ്ങും കണ്ടില്ല. നൂറാടുള്ളോരിടയൻ നാടിനെ മേയ്ക്കാൻ പോയി. തിരികെ വരും വഴിയും നിന്നെ കാണാതെയും പോയി. നൂറാടുള്ളോരിടയൻ നാടിനെ മേയ്ക്കാൻ പോയി. തിരികെ വരും വഴിയും നിന്നെ കാണാതെയും പോയി. ഒറ്റയൊരെണ്ണമല്ലേ പോയുള്ളൂ, സാരമില്ലെന്നേ. കൂട്ടുകാർ ചൊല്ലിയിട്ടും ഇടയൻ ഉറക്കം വന്നില്ല. ഒറ്റയൊരെണ്ണമല്ലേ പോയുള്ളൂ, സാരമില്ലെന്നേ. കൂട്ടുകാർ ചൊല്ലിയിട്ടും ഇടയൻ ഉറക്കം വന്നില്ല. ഒന്നെങ്കിലും കുഞ്ഞാടി നീ എന്റേതല്ലേ കുഞ്ഞാടി, തള്ളിക്കളയാൻ ആവുമോ കുഞ്ഞാടി. ഒന്നെങ്കിലും കുഞ്ഞാടി നീ എന്റേതല്ലേ കുഞ്ഞാടി, തള്ളിക്കളയാൻ ആവുമോ കുഞ്ഞാടി. നൂറാടുള്ളോരിടയൻ നാടിനെ മേയ്ക്കാൻ പോയി. തിരികെ വരും വഴിയും നിന്നെ കാണാതെയും പോയി. നൂറാടുള്ളോരിടയൻ നാടിനെ മേയ്ക്കാൻ പോയി. തിരികെ വരും വഴിയും നിന്നെ കാണാതെയും അമ്പമ്പോ നീ ആര് മല്ലൻ ഗോലിയാത്തോ, അയ്യയ്യോ നീ ആര് ഇടയൻ ദാവീദോ. അമ്പമ്പോ നീ ആര് മല്ലൻ ഗോലിയാത്തോ, അയ്യയ്യോ നീ ആര് ഇടയൻ ദാവീദോ. വെല്ലുവിളിച്ചു ഗോലിയാത്ത്, കവണയെടുത്തു ദാവീദ്. വെല്ലുവിളിച്ചു ഗോലിയാത്ത്, കവണയെടുത്തു ദാവീദ്. അലറിയെടുത്തു മല്ലൻ ഗോലിയാത്ത്, വാളത് വീശുന്നു. കവണ ചുഴറ്റി ദാവീദ് അങ്ങനെ മല്ലനെ വീഴ്ത്തുന്നു. വാളത് വീശി ദാവീദ് അങ്ങനെ തലയത് കൊയ്യുന്നു. അടവ് പിഴച്ചു, അഹന്തു തോറ്റു, ശക്തി തകർന്നു, ബുദ്ധി പൊളിഞ്ഞു, മല്ലൻ പടപട പടയുന്നു. തോൽവിയുമില്ല, ഭയപ്പെടേണ്ട, ആശ്രയം യേശുവിൽ അർപ്പിച്ചിടേ. അമ്പമ്പോ നീ ആര് മല്ലൻ ഗോലിയാത്തോ, അയ്യയ്യോ നീ ആര് ഇടയൻ ദാവീദോ. അമ്പമ്പോ നീ ആര് മല്ലൻ ഗോലിയാത്തോ, അയ്യയ്യോ നീ